പഴനിയിൽ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് അന്ന് രാത്രിയിൽ ഞാനും ഹസ്ബൻഡും കൂടെ ഒന്ന് നടക്കാനിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളാണ് കേട്ടോ. അവിടെ ഇപ്പോൾ കാവടിയും കാര്യങ്ങളുമൊക്കെ നടക്കുന്നു. അപ്പോൾ അവിടുത്തെ ഗണപതി അമ്പലത്തിൻ്റെ മുമ്പിലാണ് കാവടി ഒക്കെ നടക്കുന്നത്. പിന്നെ ഞങ്ങളവിടെ ഒന്ന് ചുറ്റിക്കറങ്ങുകയൊക്കെ ചെയ്തു തിരിച്ച് റൂമിലേക്ക് പോവുകയാണ് ചെയ്തത്. അതിൻ്റെ ഇടയ്ക്ക് പിള്ളേരെ ഞങ്ങൾ കൂട്ടിയില്ല. പിള്ളേരെ അതിന് മുമ്പ് പിള്ളേരും അച്ഛനും അമ്മയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞ് അവരെ റൂമിലാക്കി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ രണ്ടും കൂടെ മാത്രമായിട്ട് ഭയങ്കര കൊട്ട് കേൾക്കുന്നത്. അപ്പോൾ അത് കാണാൻ വേണ്ടി പോയതാണ്. അപ്പോഴാണ് അത് ഇതാണ്ടേ നമ്മുടെ വ്ളോഗർമാരുടെ ഫോട്ടോ വെച്ചിട്ട് ഫുൾ ചാർജ് സോഡയും ഒക്കെ വിൽക്കുന്ന ഒരു കട, ഒന്നല്ല ഒന്നിൽ കൂടുതൽ കടകൾ അവിടെയുണ്ട്. അതൊക്കെ കണ്ട് ആ ചേച്ചിമാരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഞങ്ങളതിൽ നിൽക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം വെളുപ്പിനെ വിഷ്ണുവിൻ്റെ മുടി മുറിക്കാനായിട്ട് ഞങ്ങൾ കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. ആൾക്ക് വലിയ പിടുത്തമൊന്നുമില്ല. അതിന് മുമ്പ് ഞങ്ങളിങ്ങനെ പറഞ്ഞായിരുന്നു മുടി മുറിക്കാൻ പോവുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു. വലിയ പ്രശ്നമൊന്നും ഇല്ലായിരുന്നു പോയപ്പോഴത്തേക്ക്. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് മുടി മുറിക്കുന്ന സമയമായപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ബഹളവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അന്ന് പിറ്റേ ദിവസം വെളുപ്പിനെയാണ് മുടി മുറിക്കാനായിട്ട് പോകുന്നത്. അന്ന് തന്നെ ഒരു 5 മണി ആകുമ്പോഴത്തേക്ക് മല കയറാനായിട്ട് നമ്മൾ നിന്നായിരുന്നു കേട്ടോ. 5 മണിക്ക് കയറിയിട്ട് നമ്മളൊരു 6-6:30 ആയപ്പോഴത്തേക്ക് മല കയറി. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് ഫോണൊന്നും ഇപ്പോൾ അലൗഡ് അല്ല. നേരത്തെ ഞങ്ങൾ പോയ സമയത്ത് ഫോണും കാര്യങ്ങളും ഒക്കെ അലൗഡ് ആയിരുന്നു. അത് കാരണം പഴനി മലയിലുള്ള കാഴ്ചകളൊന്നും എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ അന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോരുകയും ചെയ്തു. ഞങ്ങൾ ഞായറാഴ്ച തിരിച്ചു പോരുകയും ചെയ്തു. 2 ദിവസത്തെ ട്രിപ്പായിരുന്നു ഗുരുവായൂർ പഴനി ട്രിപ്പ് നമ്മൾ ഉദ്ദേശിച്ചത്. നല്ല സുഖമായിട്ടുള്ള യാത്രയും കാര്യങ്ങളായിരുന്നു. തൻ്റെ വിഷ്ണുവേട്ടൻ്റെ മുടി മുറിക്കുകയാണ്. അവൻ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ മറ്റ് കുട്ടികളുടെ കരച്ചിൽ കാരണം അവൻ്റെ കരച്ചിൽ വലുതായിട്ട് നമുക്ക് തോന്നിയില്ല. അതിനെക്കാട്ടിലും നല്ല രീതിയിൽ കരയുന്ന കുട്ടികളായിരുന്നു കൂടുതലുമുള്ള. അവൻ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആക്റ്റീവായി. തലയിൽ തൊട്ട് നോക്കിയിട്ട് മുടി ഇല്ല എന്നുള്ള രീതിയിൽ അവൻ പറയുന്നൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഭഗവാനെ തൊഴാനായിട്ടും പറ്റി കേട്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയത്. മല കയറിയിട്ട് ഒരു 100 രൂപയുടെ ടിക്കറ്റ് എടുത്ത് നമ്മൾ മല കയറി ഭഗവാനെ നല്ല രീതിയിൽ തന്നെ നമുക്ക് തൊഴാനായിട്ടും പറ്റി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വ്ളോഗ്. ഇനി മറ്റൊരു വ്ളോഗ് കാണാം.